നമസ്കാരം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മോദി വേട്ടയാടുന്നു എന്ന് പറയുമ്പോഴും അന്വേഷണ ഏജൻസിയുടെ തേരോട്ടം നിർത്താൻ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. കരുവന്നൂരിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാസപ്പടിയിലെ കേസ് അന്വേഷണം നടക്കുന്നില്ല അല്ലെങ്കിൽ ഇഴയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതീതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വീണയെയും പിണറായിയെയും ഒരുമിച്ച് വെള്ളം കുടിപ്പിക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കരുവന്നൂരിനൊപ്പം എക്സോലോജിക്കലും കുരുക്കുമുറുക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ പ്രാഥമിക വിവര ശേഖരണം ED പൂർത്തിയാക്കി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കരിമണൽ കർത്തയുടെ കമ്പനി ജീവനക്കാർ നൽകുന്ന മൊഴി അതിനിർണായകമാകും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട CMRL ഉദ്യോഗസ്ഥയ്ക്ക് ED നോട്ടീസ് നൽകി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. ഈ വിധിയെ അംഗീകരിച്ച CMRL നികുതി വെട്ടിപ്പിൽ പിഴയടച്ച് ഒഴിവായി. ഈ സാഹചര്യത്തിൽ EDക്ക് മുമ്പിൽ അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ നൽകിയ മൊഴി ആവർത്തിക്കുമോ എന്നതാണ് നിർണായകം. ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യം CMRLന് മുന്നിലുണ്ട്. കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയില്ല. അത് അംഗീകരിച്ച കേസ് ഒഴിവാക്കുകയും ചെയ്തു. പിഴയടച്ച ഈ കേസിൽ ഇനി മൊഴി മാറ്റിയാൽ അത് പുതിയ പ്രശ്നമാകും. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സോലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ED അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സോലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. ഇതിനെല്ലാം ആധാരം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ CMRLന്റെ മൊഴികളാണ്. അത് EDക്ക് മുന്നിലും ആവർത്തിച്ചാൽ വീണ വിജയൻ പ്രതിസന്ധിയിലാകും. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്കുകൂട്ടുന്നത്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് അത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റിന് കടക്കാം. CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കരുവന്നൂരിൽ ED ചോദ്യം ചെയ്യലുകൾ നടത്തുന്നുണ്ട്. അറസ്റ്റിലേക്കും കടക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് എക്സോലോജിക്കിലെ അന്വേഷണം വരുന്നതും. നന്ദി.